രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിന് നിരാശ. ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടാനായില്ല. 350 റൺസ് പിന്തുടർന്ന കേരളം 342 റൺസിന് എല്ലാവരും പുറത്തായി. സെഞ്ചുറിക്ക് 2 റൺസ് അകലെ. നായകൻ സച്ചിൻ ബേബി പുറത്തായി. ആദിത്യ സർവാത്ത് 79 റൺസ് നേടി. അവസാന 4 വിക്കറ്റുകൾ വീണത് 18 റൺസ് എടുക്കുന്നതിനിടെ. വിദർഭയ്ക്കായി ദർശൻ നൽകണ്ടയും ഹർഷ് ദുബെയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. മഹേഷ് പോലൂർ നാഗ്പൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകും. മഹേഷ്, കളഞ്ഞുകുളിക്കുകയാണ് കേരള ടീം. ഈ ചെറിയൊരു ലീഡാണെങ്കിൽ കൂടിയും അത് അതിനിർണായകമായൊരു മേൽക്കൈയല്ലേ വിദർഭയ്ക്ക് നൽകിയിരിക്കുന്നത്. കേരളം ഇനി ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കളി മെനയാൻ പോകുന്നത്? തീർച്ചയായും സൈഫുദ്ദീൻ, പടിക്കൽ കലമുടച്ചു എന്ന് പറയണം. കാരണം 324-ന് 6 എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അനായാസമായി ഈ ലീഡ് മറികടക്കുമെന്നുള്ളൊരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് നായകൻ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് ഒരു അനാവശ്യ ഷോട്ടിലൂടെ കളഞ്ഞു കുളിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി 3 വിക്കറ്റുകൾ 18 റൺസ് എടുക്കുന്ന 4 വിക്കറ്റുകൾ സച്ചിൻ്റേത് ഉൾപ്പെടെ 4 വിക്കറ്റുകൾ 18 റൺസ് എടുക്കുന്നതിനിടെയാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. അനായാസമായി ലീഡ് നേടാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായി കേരളം കീഴടങ്ങുന്ന ഒരു കാഴ്ച. 37 റൺസിൻ്റെ 1-ാം ഇന്നിങ്സ് ലീഡ് വിദർഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു. 1-ാം ഇന്നിങ്സ് ലീഡ് നേടിയിരുന്നെങ്കിൽ ഈ മത്സരം 2 ദിനം കൂടിയാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് 180 ഓവറാണ് ഇനി എറിഞ്ഞു തീർക്കാനുള്ളത്. അത്രയും നേരം പിടിച്ചു നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മത്സരം സമനിലയിലായാൽ വിദർഭ ബാറ്റ് ചെയ്ത് വീണ്ടും കേരളം ബാറ്റ് ചെയ്ത് പ്രതിരോധിച്ചിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ ഈ കപ്പ് രഞ്ജി ട്രോഫി ആദ്യമായി കേരളത്തിലെത്തിയേനെ. 37 റൺസിൻ്റെ 1-ാം ഇന്നിങ്സ് ലീഡ് വിദർഭയ്ക്ക് ലഭിക്കുന്നു. വിദർഭയുടെ 3 ബൗളർമാർ എടുത്തു പറയണം. ദർശൻ നൽകണ്ടെ പേസ് ബോളറാണ്. ഇന്നലെ രോഹൻ കുന്നുമലിന്റെ വിക്കറ്റ് വേട്ട തുടങ്ങി അദ്ദേഹം ഇന്ന് 3 വിക്കറ്റ് തികച്ചു. ഹർഷ് ദുബെ 3 വിക്കറ്റ്. ഈ സീസണിൽ 69 വിക്കറ്റുമായി രഞ്ജി ട്രോഫിയുടെ ഈ സീസണിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 1-ാം സ്ഥാനത്താണ് ഹർഷ് ദുബെയുള്ളത്. പാർത്ത് റഖയുടെ എന്ന് പറയുന്ന സ്പിൻ ബൗളർ, അദ്ദേഹത്തിന് 3 വിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. സച്ചിൻ ബേബിയുടേത് ഉൾപ്പെടെ ജലജ് സക്സേനയുടേത് ഉൾപ്പെടെ നിർണായകമായ വിക്കറ്റുകൾ പാർത്ത് റഖയുടെയും നേടിയിരിക്കുന്നു. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ള ഒരു ദിവസം തന്നെയാണിന്ന്. അർഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലീഡ് നേടാൻ കേരളത്തിനായില്ല. അതിനൊരു പക്ഷേ കേരളത്തിൻ്റെ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടി ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടന്നേനെ, ലീഡ് നേടിയനെ, സമനിലയിലായിരുന്നെങ്കിൽ കപ്പും കൊണ്ടുവന്നേനെ. പക്ഷേ ക്രിക്കറ്റാണ്, സാഹചര്യങ്ങൾ നമുക്കറിയാം. സ്പിൻ ബൗളർമാരെ വല്ലാതെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഈ വിക്കറ്റ് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. വലിയ ക്രാക്ക് പിച്ചിൽ വന്നിട്ടുണ്ട്. അതായത് ഇന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ പിന്തുണ ബൗളർമാർക്ക് നാളെ ഈ പിച്ചിൽ നിന്ന് ലഭിക്കും. അവിടെയാണ് ഒരു പ്ലസ് പോയിന്റ് നമ്മൾ കാണുന്നത്. നേരിയ ഒരു പ്രതീക്ഷയെങ്കിലും സൈഫുദ്ദീൻ നമ്മൾ വെക്കുന്നത് നാളത്തെ പിച്ചിന്റെ സ്വഭാവം എങ്ങനെയാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആദ്യ 2 സെഷനുകളിൽ കൂടുതൽ വിക്കറ്റുകൾ നേടാൻ കേരളത്തിനായാൽ, ഇന്നലെ നമുക്കറിയാം ആദ്യ സെഷനിൽ സമനിലയിലാക്കാം എന്ന ഒരു ടാർഗറ്റ് കേരളത്തിന് വെക്കാൻ പറ്റില്ല. ജയിച്ചേ തീരൂ. ആ നിലക്കുള്ള ഒരു പ്രകടനം കാണേണ്ടി വരുമല്ലേ നാളെ മുതൽ? ഇനി തീർച്ചയായും ജയിച്ചേ പറ്റൂ കേരളത്തിന് ഇനി കപ്പ് കിട്ടാൻ. അതിലൊരു മറ്റൊരു ചോയ്സ് ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ചോയ്സ് ഇല്ല. എറിഞ്ഞിടുക, അടിച്ചെടുക്കുക, ഈ 2 തന്ത്രമല്ലാതെ എത്രയും വേഗം വിദർഭയെ എറിഞ്ഞിട്ട് ഒരു ചെറിയ സ്കോറിൽ 37 റൺസിൻ്റെ ലീഡുണ്ട് അവർക്ക്. എന്നാൽ പോലും ഒരു 10-200 റൺസിൻ്റെ മുകളിലേക്ക് പോകാത്ത രീതിയിൽ അവരെ വരിഞ്ഞു കെട്ടിയ ശേഷം ആ സ്കോർ അടിച്ചെടുക്കുക. അപ്പോഴും പ്രശ്നം 5-ാം ദിനത്തിലേക്ക് വരുമ്പോൾ ഹർഷ് ദുബെയെയും അതുപോലെ തന്നെ പാർത്ത് റഖയെ പോലുള്ള ബൗളർമാരെ നമ്മൾ നേരിടണം. ഒരു പക്ഷേ ഒരു നേരിയ ഒരു വിലയിരുത്തൽ നമ്മൾ ഈ കാര്യത്തിൽ നടത്തുമ്പോൾ അമിതമായ പ്രതിരോധം നമുക്ക് വിനയായോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ റൺസ് അടുക്കാമായിരുന്ന ഫുൾ ലെങ്ത്, ഫുൾ ടോസ് പന്തുകൾ പോലും അനാവശ്യമായി നമ്മൾ പ്രതിരോധിക്കുന്നതായും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഫീൽഡർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു ഫീൽഡിംഗ് ഒരു ട്രാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിത്രം എടുത്ത് നോക്കിയാൽ വളരെ ക്ലോസ് റേഞ്ചിലാണ് മിക്കവാറും ഫീൽഡർമാരൊക്കെ നിൽക്കുക. അനായാസ റൺസ് നേടാമായിരുന്നു. പക്ഷേ അമിതമായ പ്രതിരോധം നമുക്ക് വന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കേരളത്തിൻ്റെ പോരാട്ടം അത് കുറച്ച് കാണാൻ പറ്റില്ല. വിദർഭ കഴിഞ്ഞ ഈ സീസണിൽ ഒരൊറ്റ
ഒറ്റ തോൽവി പോലും അറിയാതെ എത്തിയ ടീമാണ്. ഈ ഗ്രൗണ്ടിൽ കളിച്ചിരിക്കുന്ന ഒരു മത്സരം പോലും വിദർഭ തോറ്റിട്ടില്ല. ഒരുപക്ഷെ ഇത്ര വലിയ വെല്ലുവിളി പോലും വിദർഭയ്ക്ക് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. കേരളത്തിൻ്റെ പോരാട്ടം അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റുന്നതല്ല. പക്ഷേ നിരാശയിൽ നിന്നുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അനായാസമായി ലീഡ് നേടാമായിരുന്ന ഒരു സാഹചര്യം മുന്നിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് വന്നില്ല. ക്രിക്കറ്റാണ് ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ പന്തുകൾ വിധി എഴുതുന്ന ഒരു നിമിഷമാണ്. എന്തായാലും സച്ചിൻ ബേബി അർഹിച്ച ഒരു സെഞ്ചുറി അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ ഷോട്ടിലൂടെ കൊണ്ടുപോയി. 100ാമത്തെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റാണ് സച്ചിൻ ബേബി കളിക്കുന്നത്. 99ാമത്തെ രഞ്ജി ട്രോഫി മത്സരമാണ് നായകൻ കളിക്കുന്നത്. 98 റൺസാണ് അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ നേടാനായത്. വിദർഭയുടെ തന്നെ മുൻ താരമായിരുന്ന കേരളത്തിൻ്റെ ആദിത്യ സർവാത്തെ 79 റൺസ് നമുക്ക് നേടി. ഇന്ന് സൽമാൻ നിസാറും ഒപ്പം തന്നെ അസറുദ്ദീൻ്റെയും ഒരു വലിയ പ്രകടനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. 2 പേരും വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയാണ് പോയത്. അതിൽ എടുത്തു പറയേണ്ടത് സൽമാൻ നിസാറിന്റെ പുറത്താകലാണ്. ഹർഷ് ദുബൈയുടെ ഒരു പക്ഷേ ഈ രഞ്ജി സീസണിൽ ഏറ്റവും മനോഹരമായ ഒരു LBW വിക്കറ്റാണ്. വലിയ ടേൺ ലഭിച്ച ഏതാണ്ട് 70 ഡിഗ്രിയോളം ടേൺ ലഭിച്ചിരിക്കുന്ന ഒരു വിക്കറ്റാണ്. നോക്കൂ, ഇന്നലെ 1.6 ആയിരുന്നു. മഹേഷ്, എന്തായാലും രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ 3ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ നിർണായകമായൊരു മേൽക്കൈ വിദർഭ എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ സമനിലയിലാക്കി കളി വരുതിയിലാക്കാം എന്ന് കേരളത്തിന് പ്രതീക്ഷിക്കാൻ വകയില്ല. കളിച്ച് ജയിക്കുക തന്നെ വേണം. ബാക്കിയുള്ള 2 ദിവസം അതിനിർണായകമാണ്. കേരളം എങ്ങനെ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കാത്തിരുന്നു കാണേണ്ട സംഗതി തന്നെയാണ്. വിശദാംശങ്ങൾ നൽകിയത് നാഗ്പൂരിൽ നിന്ന് മഹേഷ് പോലൂർ.